ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത മാസം 2 പ്രധാനപ്പെട്ട സൗഹൃദ മത്സരങ്ങൾ ബ്രസീലിൻ്റെ ദേശീയ ടീം കളിക്കുന്നുണ്ട്. ഫ്രാൻസ്, ക്രൊയേഷ്യ എന്നിവരാണ് ബ്രസീലിൻ്റെ എതിരാളികൾ. ആ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിനെ അടുത്ത മാസം 16-ാം തീയതിയാണ് പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിക്കുക. സ്ക്വാഡ് കണ്ടെത്താനുള്ള ശ്രമങ്ങളിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് യുവ സൂപ്പർ താരമായ റയാനെ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിയുള്ളത്. നമുക്കറിയാം, വാസ്കോഡ ഗാമയ്ക്ക് വേണ്ടി തകർപ്പൻ പ്രകടനം നടത്തിയ താരമാണ് റയാൻ. പിന്നീട് കഴിഞ്ഞ ട്രാൻസ്ഫർ ജാലകത്തിൽ അദ്ദേഹത്തെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ബേൺമൗത്ത് സ്വന്തമാക്കുകയായിരുന്നു. അവിടെയും മികച്ച പ്രകടനമാണ് റയാൻ നടത്തുന്നത്. ഇതിനോടകം തന്നെ ബേൺമൗത്തിന് വേണ്ടി 2 ഗോളുകളും 1 അസിസ്റ്റും സ്വന്തമാക്കാൻ റയാന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ തകർപ്പൻ രീതിയിലാണ് ഈ ഒരു യുവതാരം ഇപ്പോൾ കളിക്കുന്നത്. പ്രധാനമായും റൈറ്റ് വിങ്ങിലാണ് അദ്ദേഹം കളിക്കുക. വേണമെങ്കിൽ സെന്റർ ഫോർവേഡ് ആയിക്കൊണ്ടും അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഏതായാലും ഈ താരത്തെ അടുത്ത സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ കാർലോ ആഞ്ചലോട്ടി തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ആഞ്ചലോട്ടിയുടെ സ്റ്റാഫ് ഒരുപാട് കാലമായി മോണിറ്റർ ചെയ്യുന്ന ഒരു താരമാണ് റയാൻ. കഴിഞ്ഞ വാസ്കോക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തുന്ന സമയത്ത് തന്നെ ഇദ്ദേഹത്തെ ബ്രസീൽ പരിഗണിച്ചു പോരുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് ഇംഗ്ലണ്ടിലും ആ ഒരു മികവ് തുടരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്ത മാസത്തെ സൗഹൃദ മത്സരങ്ങളിൽ ഇദ്ദേഹത്തെ പരീക്ഷിക്കാൻ കാർലോ ആഞ്ചലോട്ടി തീരുമാനിച്ചു എന്നുള്ളതാണ്. അതായത് ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി അരങ്ങേറ്റം നടത്താനുള്ള ഒരു അവസരം അടുത്ത മാസം ഈ താരത്തിന് ലഭിച്ചേക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. വേൾഡ് കപ്പിനുള്ള ടീമിലേക്ക് ഇദ്ദേഹത്തെ ആ ഒരു പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പരിഗണിക്കുക. ഏതായാലും യുവതാരങ്ങൾക്ക് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി കൂടുതലായിട്ട് പ്രാധാന്യം നൽകുന്നുണ്ട്. അത് ശുഭകരമായ ഒരു കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.